ఇంకా బలవంతంగా కాదు నువ్వు ఇంత కాన్ఫిడెంట్ ప్రచారం చేస్తావా నువ్వు ఈ రక్తంతో దేవస్థానం വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ഞങ്ങളുടെ തിട്ടൂരം മാത്രമേ വിലപ്പോകൂ എന്ന രീതിയിലാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക വടക്കൻ സംസ്ഥാനങ്ങളിലും ഹിന്ദുത്വവാദികൾ കാണിച്ചു കൂട്ടുന്നത്. മുമ്പ് ബീഹാറിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെട്ടിരുന്നത് ഭക്ഷണത്തിന്റെ പേരിലായിരുന്നു. ആരുടെയെങ്കിലും കയ്യിൽ ഇത്തിരി മാംസം കണ്ടാൽ ഗോമാതാവിന്റെ മാംസമാണെന്ന് വാദിച്ച് അവരെ പച്ചക്ക് കൊന്നുകളയുന്ന ഫാസിസ്റ്റ് ഭീകരതയായിരുന്നു അത്. അങ്ങനെയുള്ള ഈ ഇരകളെ കിട്ടാൻ വേണ്ടി അവർ ഹിന്ദുത്വവാദികൾ മുസ്ലിം വീടുകളിൽ റെയ്ഡുകൾ വരെ നടത്തിയിരുന്നു. അതിന് അതാത് സ്ഥലങ്ങളിലെ പോലീസുകാരും ഭരണവർഗവും അകമഴിഞ്ഞ പിന്തുണയും നൽകിയിരുന്നു അവർക്ക്. ഇപ്പോഴിതാ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയും വാളും വടിയുമായി ഹിന്ദുത്വവാദികൾ ഇറങ്ങിയിരിക്കുന്നു. തൊട്ടടുത്ത ദിവസമാണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഏതാനും പുരോഹിതന്മാർക്ക് നേരെ ആക്രമണമുണ്ടായത്. ആ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ആക്രമിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. ആ വീഡിയോയിൽ നമുക്ക് കാണാനാവും പോലീസുകാരുടെ മുന്നിൽ വെച്ച് ഒരു സംഘിനി ഒരു പുരോഹിതന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നത്. ആ കാഴ്ച ഒന്ന് മാത്രം മതി വർത്തമാനകാല ഇന്ത്യ എത്രമാത്രം കാവ്യവൽക്കരിക്കപ്പെട്ടു എന്നും എത്രമാത്രം ഫാസിസത്തിന്റെ കരാളഹസ്തങ്ങളിൽ അമർന്നുവെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താൻ. ഫാദർ ഡേവിസ് ജോർജും ഫാദർ ജോർജ് തോമസിനുമായിരുന്നു സംഘപരിവാരങ്ങളിൽ നിന്നും സ്റ്റേഷനിൽ വെച്ച് പോലും മർദ്ദനമേറ്റത്. ജബൽപൂരിലെ റാഞ്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കേരളത്തിൽ നിന്നുള്ള 2 പുരോഹിതന്മാരടക്കം 3 പേർക്ക് മർദ്ദനമേറ്റിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും 4 ദിവസം കാത്തു നിൽക്കേണ്ടി വന്നു. അതും ശക്തമായ മുറവിളി കൂട്ടിയതിനു ശേഷമാണ് അധികാരികളെ കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യിക്കാൻ സാധിച്ചത്. ആക്രമിക്കപ്പെട്ടവരിൽ ഒരു വൈദികൻ 75 വയസ്സ് പ്രായമുള്ള ഒരു വയോവൃദ്ധനായിരുന്നു. മാർപ്പാപ്പയുടെ പ്രഖ്യാപനമനുസരിച്ച് ജബൽപൂരിൽ നിന്നും 90 കിലോമീറ്റർ അകലെയുള്ള മാണ്ഡല ജില്ലയിൽ നിന്നും വന്ന 50 പേരടങ്ങുന്ന തീർത്ഥാടക സംഘത്തിൽപ്പെട്ടവരായിരുന്നു ഈ പുരോഹിതന്മാർ എന്നാണ് പറയപ്പെടുന്നത്. ഈ പുരോഹിതരടങ്ങുന്ന സംഘം ജബൽപൂർ എത്തുന്നതിന് മുമ്പ് തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും പീഡനങ്ങൾക്കും ഭീഷണികൾക്കും വിധേയരായിട്ടുണ്ട് പോലും. അക്രമികൾ തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്ന ക്രിസ്തുമത വിശ്വാസികളോട് തങ്ങൾ മതപരിവർത്തനത്തിന് വിധേയരായവരാണെന്ന് പറയാൻ നിർബന്ധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ ഈ ആക്രമണത്തിന് വിധേയരായ പുരോഹിതർ എന്ത് ചെയ്തിട്ടാണ് ആക്രമിക്കപ്പെട്ടത്? അവർ തെറ്റൊന്നും ചെയ്തിട്ടല്ല ആക്രമിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരെയും മുസ്ലിം മതത്തെയും അങ്ങേയറ്റം ഭയപ്പെടുന്നു എന്നതാണ് സത്യം. മധ്യപ്രദേശിലെയും മറ്റും ട്രൈബൽസിനെ ക്രിസ്ത്യൻ മിഷണറിമാർ മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നു എന്നതാണ് ആക്ഷേപം. ആ ചിന്തയാണ് ആക്രമണത്തിന് കാരണമാകുന്നത്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാൻ പാടില്ല, അതാണ് ഹിന്ദുത്വവാദികളുടെ ആവശ്യം. എന്നാൽ അതേ ഹിന്ദുക്കളെ മതപരിവർത്തനത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഇല്ലാതാക്കാൻ ഈ ഹിന്ദുത്വ ശക്തികൾക്ക് കഴിയുന്നില്ല എന്നതാണ് പരമാർത്ഥം.
മധ്യപ്രദേശിലെയും മറ്റും ട്രൈബലുകളെ ക്രിസ്ത്യൻ മിഷണറികൾ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തിക്കപ്പെടുന്നു എന്ന് വേവലാതിപ്പെടുന്ന ഹിന്ദുത്വവാദികൾ എന്തുകൊണ്ടാണ് ഹിന്ദു ട്രൈബൽസ് ക്രിസ്തുമതത്തിലേക്കും മറ്റും കുടിയേറിപ്പോകുന്നത് എന്ന് പഠനവിധേയമാക്കുന്നില്ല? ജയ് ശ്രീരാം വിളിയും വന്ദേ മാതരവും ഒന്നും പട്ടിണി കിടക്കുന്നവനും ദാരിദ്ര്യം പേറുന്നവനും പര്യാപ്തമാവുകയില്ല. അവർക്ക് വിശപ്പ് മാറ്റാനുള്ള വകകൾ ഉണ്ടാവണം. മനുഷ്യരെ പോലെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാനുള്ള വിദ്യാഭ്യാസവും മറ്റ് സൗകര്യങ്ങളും അവർക്കുണ്ടാവണം. അതാര് നൽകുന്നുവോ അവരുടെ കൂടെ ആ അബലകളായ ജനം പോകും, അതിൽ യാതൊരു സംശയവുമില്ല. ഇതേ അവസ്ഥ മറിച്ചും സംഭവിക്കാം. മുസ്ലിങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നുമുള്ള അവശ്യ ജനവിഭാഗത്തിന്റെ സംരക്ഷകരായി ഹിന്ദുത്വവാദികൾക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ അവിടെ നിന്നും ഹിന്ദുമതത്തിലേക്കും ജനങ്ങൾ കൊഴിഞ്ഞു പോയേക്കാം. അങ്ങനെ ചോർച്ചയുണ്ടാകുമ്പോൾ മുസ്ലിം മതവും ക്രിസ്തുമതവും വേവലാതിപ്പെട്ടിട്ടും കാര്യമുണ്ടാവുകയില്ല. ദൈവത്തിന്റെ പേരിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ജനങ്ങളുടെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കാൻ ഭരണകൂടത്തെ പോലെ തന്നെ മതങ്ങളും തയ്യാറാവേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ചില അധികാരാവകാശങ്ങളുണ്ട്. അതിലൊന്നാണ് സ്വന്തം മതത്തിലെ വിശ്വാസപ്രകാരം ജീവിക്കുക എന്നത്, ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുക എന്നത്. അതേപോലെ തന്നെയാണ് ഏതൊരു ഇന്ത്യൻ പൗരനും തനിക്കിഷ്ടമുള്ള മതത്തെ തിരഞ്ഞെടുത്ത് ജീവിക്കാം എന്നുള്ളതും. ഹിന്ദുമതത്തിലേക്ക് ആരെങ്കിലും വരുമ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന അതേ ഇഷ്ടവും സ്വീകാര്യതയും ഹിന്ദുമതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് ആരെങ്കിലും പോകുമ്പോൾ ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റു മതങ്ങളും ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഭരണഘടന ആകാശത്തോളം ഉയർന്നു നിൽക്കെ ആ ഭരണഘടനയ്ക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെയാണ് ഹിന്ദുത്വവാദികൾ രാജ്യത്ത് അഴിഞ്ഞാടുന്നത്. ഈ ആക്രമിക്കപ്പെട്ട വൈദികരിൽ കേരളത്തിൽ നിന്നുള്ള വൈദികരുണ്ടായിട്ട് പോലും നമ്മുടെ പൂഞ്ഞാറിലെ ക്രിസംഖി മാധ്യമങ്ങൾക്ക് മുമ്പിൽ കള്ളം ചാർത്തിച്ചത് നാം കണ്ടതാണ്. അപ്പം കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന PC ജോർജ് പറഞ്ഞത്, അമ്പലങ്ങളുടെ മുന്നിൽ പോയി തോന്നിവാസം കാണിച്ചാൽ ഏത് വൈദികനായാലും തല്ല് കിട്ടും, ഞാനാണെങ്കിൽ പോലും അവരെ തല്ലും എന്നായിരുന്നു. സത്യത്തിൽ ജോർജ് ഈ വിഷയത്തിൽ ഏതു തരത്തിലുള്ള പഠനം നടത്തിയാണ് ഈ പച്ചക്കള്ളം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞത് എന്നറിയില്ല. അവിടെ ഏത് അമ്പലം ആക്രമിക്കാനാണ് ഈ അച്ഛന്മാർ പോയതെന്നും നമുക്കറിയില്ല. അതിന് PC ജോർജിന്റെ കുത്തിനു പിടിച്ച് മറുപടി പറയിക്കേണ്ടത് ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം താൻ നിൽക്കുന്ന പ്രസ്ഥാനം ഏതാണോ അതിനെ വാഴ്ത്തിപ്പാടുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഈ PC ജോർജിനെതിരെ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ ഏത് രൂപത്തിലാണ് പ്രതികരിച്ചത്? ഒരു മുൾക്കിരീടം കൊണ്ട് നമ്മുടെ തൃശ്ശൂരിനെ വിലക്ക് വാങ്ങിയ മന്ത്രി പുങ്കുവൻ പറഞ്ഞത്, അങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കിയപ്പോഴാണ് ഇങ്ങോട്ട് അക്രമം നടന്നത് എന്നാണ്. എന്നാൽ സംഘമിത്രങ്ങൾ തന്നെ എടുത്ത് അവർ തന്നെ പ്രചരിപ്പിച്ച വീഡിയോയിൽ അങ്ങോട്ട് പ്രകോപനം നടത്തുന്ന ഒരു ദൃശ്യങ്ങളും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഊതിക്കാച്ചി ഉരുക്കിയെടുത്ത സ്വർണ്ണ കിരീടത്തിൽ വീണ നമ്മൾ തൃശ്ശൂർക്കാർ അതിന്റെ ഉള്ളും പുറവും ശരിക്കും മനസ്സിലാക്കാതെയാണ് അത് സ്വീകരിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മുനമ്പത്തെ ഭൂമി കിട്ടും എന്ന് കരുതി വഖഫ് ബോർഡ് ബില്ലിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചത്. ഹിന്ദുത്വ ശക്തികൾക്ക് ശരിക്കും കളത്തിലിറങ്ങി കളിക്കാനറിയാം. അതുകൊണ്ടാണ് അവർ ഓരോ സ്റ്റേറ്റിലും ഓരോ തരം കളികൾ പുറത്തെടുക്കുന്നത്. ഒരിടത്ത് തലോടുമ്പോൾ മറ്റൊരിടത്ത് അവർ തലയെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കേണ്ടത് ഇരകളായുള്ള നമ്മൾ ന്യൂനപക്ഷങ്ങളാണ്. ഈ സംഘശക്തികൾക്കെതിരെ ഇന്ത്യയിലെ മുസ്ലിമും ക്രിസ്ത്യാനിയും മാത്രം ഒന്നിച്ചാൽ പോരാ. ജനാധിപത്യ വിശ്വാസികളായ, ദേശസ്നേഹികളായ, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ഹിന്ദുക്കളും അണിചേരേണ്ടതുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തേക്ക് ഇന്ത്യ തിരിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇന്ന് മുസ്ലിമും ക്രിസ്ത്യനുമാണ് വേട്ടയാടപ്പെടുന്നതെങ്കിൽ നാളെ ഇതേ ഹിന്ദുമതത്തിന്റെ അവകാശികൾ എന്ന് പറയുന്ന കീഴ്ജാതിക്കാർ വേട്ടയാടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.